ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമുക്ക് എളുപ്പത്തിലൊരു ചെമ്മീൻ ബിരിയാണി അവിടെ ഉണ്ടാക്കിയെടുത്താലോ? ഈ ചെമ്മീൻ അലർജിയുള്ള ഒത്തിരി ആൾക്കാരുണ്ടല്ലേ, നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ഈസി റെസിപ്പി ആട്ടോ അത്. ചെമ്മീന് മിക്കവാറും അലർജി വരുന്നത് ചെമ്മീൻ ഇങ്ങനെ നന്നായിട്ട് കുക്കാവാണ്ട് നമ്മൾ കഴിക്കുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് കഴിച്ച് നോക്കിയാൽ അതിട്ട് റിസ്ക് എടുക്കണ്ടായെങ്കിലും. അപ്പോൾ അതായത് നമ്മുടെ ചെമ്മീനൊക്കെ ക്ലീനാക്കി എടുത്ത് നമ്മളത് ഉപ്പും മുളകിലും ഉപ്പും മഞ്ഞപ്പൊടിയിലും നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലകളെല്ലാം മസിൽ പിടിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ചൊറുക്കയിലും ഉപ്പിലും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ കുറേ നേരം മിക്സ് ചെയ്ത് വെച്ചാൽ ചെമ്മീൻ അലർജി ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളിനിയിപ്പം മസാലകളെല്ലാം ചേർത്ത് കൂടുതൽ ചൊറുക്കിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് അതൊന്ന് കുക്കറിലിട്ട് ഒരു വിസിൽ അങ്ങനെ അടുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ചോറ് വെക്കാനായിട്ട് നോക്കാം. ചോറ് വെക്കാനായിട്ട് നമ്മൾ നെയ്ച്ചോറാട്ടോ വെക്കുന്നത്. നെയ്ച്ചോറിന് നമ്മൾ അരി ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ ഒന്ന് കുതിർത്തിയിടണേ. പിന്നെ വെള്ളം, ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഈ വെള്ളം നമ്മൾ സൂക്ഷിച്ചും കണ്ടും ആഡ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അരി വെക്കാനായിട്ട് നോക്കാം കേട്ടോ. അരി വെക്കാനായിട്ട് നമ്മൾ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നെയ്യ് ആഡ് ചെയ്യണേ. നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. സവാളയും പിന്നെ കൂടാതെ ആ സ്പൈസസ് എല്ലാം ഇട്ടിട്ട് സ്പൈസസ് ഒന്ന് പൊട്ടി വരുമ്പോൾ തന്നെ സവാള ആഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ് ആഡ് ചെയ്യാം. അതൊന്ന് സോട്ടായി വരുമ്പോൾ നമ്മുടെ അരിയും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ കുതിർത്തി വെള്ളം കൂടാൻ വെച്ച അരി ആഡ് ചെയ്യാം. ഈ അരിയുടെ ഉള്ളിലുള്ള വെള്ളമെല്ലാം പറ്റി ഒന്ന് പൊട്ടി വരണ ഒരു ഒച്ചയ്ക്ക്, അപ്പോൾ നെയ്യിലൊന്ന് സോട്ടായി വരണമെന്ന് അർത്ഥം. സോട്ടായി വരുമ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, ചുരുക്ക ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആ സംഭവമായിട്ടൊന്ന് വെന്തോട്ടെ. അതിൻ്റെ കൂട്ടത്തിലുള്ള നമ്മൾ നമ്മുടെ ചെമ്മീൻ വേവിച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യണം. ഈ ഒരു ഫോം വരുമ്പോൾ നമ്മൾ അരി നിർത്തണോട്ടോ, വെള്ളം പറ്റിയെന്ന് അർത്ഥം. ഇനി തന്നക്കിരുന്നത് പറ്റിക്കോളും. നമ്മുടെ ചെമ്മീൻ നേരത്തെ വേവിച്ച ചെമ്മീനില്ലേ, ആ ചെമ്മീനിൽ കുറച്ചുകൂടി മസാലകളെല്ലാം ചേർത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് നോക്കാം. ഒരു പാനിലേക്ക് സവാളയും പച്ചമുളകും കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അത് സോട്ടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ തക്കാളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ പൊടികളെല്ലാം ആഡ് ചെയ്യുക കേട്ടോ. പൊടികൾ ആഡ് ചെയ്തിട്ട് നമ്മുടെ തക്കാളി പേസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു സവാള ആ ഒരു മിക്സ്ചറിൽ നിന്ന് കുറച്ചെടുത്ത് അങ്ങോട്ട് നീക്കി വയ്ക്കുക കേട്ടോ. അത് നമുക്ക് അരച്ച് ചേർക്കാം. ഇനി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ചെമ്മീനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പുതിനയില ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ല, പുതിനയിലല്ല, നമ്മുടെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മിക്സിയിലിട്ട് മിക്സ് ചെയ്ത സംഭവമില്ലേ, ആ സംഭവം കൂടി എപ്പോഴാണോ മിക്സായി കിട്ടണം അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം പറ്റി വരുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ആ സംഭവങ്ങളെല്ലാം വീഡിയോയിൽ ഉണ്ടിട്ടോ, നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് നോക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കൂടാതെ നമ്മളൊരു സാലഡ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 ലെയേഴ്സ് ഓഫ് കുക്കിംഗ് അവിടെ നടത്തിയിട്ടുണ്ട്. ഒന്ന് കുക്കറിലിട്ട് വിസിലടുപ്പിച്ചു, പിന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട്, പിന്നെ കറിയിലും കുറച്ച് നേരം കിടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സെറ്റായിട്ട് നമ്മുടെ ചെമ്മീൻ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.